പാലക്കാട്ടെ കള്ളപ്പണ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. പാലക്കാട് ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. അതേസമയം പാലക്കാട് കള്ളപ്പണ വിവാദത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടി പോലീസ്. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലേക്ക് കള്ളപ്പണ ഒഴുക്കുണ്ട് എന്ന വിവാദം ശക്തമായി നിൽക്കെ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ പോലും ദൃശ്യങ്ങളിലൂടെ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ജില്ലാ കളക്ടറോട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിഷയത്തിൽ നിർണായകമായ ഒരു ഇടപെടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. അത് കാരണം വ്യാപകമായുള്ള പരാതികൾ, ഒന്നല്ല പല തരത്തിലുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു. ആദ്യം ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് BJP ആണ്. എന്തായാലും ഈ ഒരു പരാതികളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് പാലക്കാട് ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ ഒരു വിവാദം, രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ വിവാദത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പാലക്കാട് സാക്ഷിയായത്. കോൺഗ്രസ് വ്യാപകമായ രീതിയിലേക്ക് കള്ളപ്പണം ഒഴുക്കുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, ജനവിധിയെ അട്ടിമറിക്കാൻ കള്ളപ്പണം വ്യാപകമായി ഒഴുക്കുന്നു എന്നുള്ള ഒരു പരാതി നിലനിന്നിരുന്നു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രി 12 മണിയോടെ ഒരു പരിശോധന പോലീസ് നടത്തിയത്. അതായത് ഒരു ട്രോളി ബാഗിൽ നിറയെ പണവുമായി ഇവിടേക്ക് ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് ഒരു വ്യക്തി എത്തി എന്നുള്ളതായിരുന്നു ആദ്യ സമയങ്ങളിലുള്ള ആ ഒരു പരാതി. ആ പരാതിയെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ പോലീസ് ആദ്യ സമയത്ത് കാണിച്ച ഒരു വീഴ്ച തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ട് പോലും അത് ഒരു വലിയ വീഴ്ചയായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് CPM തന്നെ വിമർശനം ഉന്നയിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായുള്ള പോലീസിനെതിരെ CPM തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച, ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് പോലും കൃത്യമായ പരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല. അവർക്ക് കൃത്യമായി ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള കൃത്യമായ ഒരു അവസരം പോലീസ് ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാം ഈ സ്വകാര്യ ഹോട്ടലിൽ 42ഓളം റൂമുകളാണ് ഉള്ളത്. അതിൽ കേവലം 12 റൂമുകൾ മാത്രമാണ് ഈ സമയങ്ങളിൽ പരിശോധിച്ചിരുന്നത്. മറ്റു റൂമുകളൊന്നും തന്നെ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് പോലീസിന് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നതിനും വലിയ അലംഭാവം ഉണ്ടായി. ഒരുപാട് സമയത്തിന് ശേഷം മാത്രമാണ് അവർ ഇവിടേക്ക് എത്തിയത്. ഇതിലൊക്കെ തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങൾ, ആ സമയത്ത് തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത, നിജസ്ഥിതി എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ സമയം ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്നലെ വ്യാപകമായ പരാതി ലഭിച്ച സാഹചര്യത്തിൽ മാത്രമാണ് ഇന്നലെ ഉച്ചയോടെ പോലീസ് എത്തി ഹാർഡ് ഡിസ്ക് ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തി. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വിഷയത്തിൽ നിയമോപദേശം കൂടി പോലീസ് തേടിയിരിക്കുകയാണ്. കാരണം CPM ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. കേസെടുക്കണമോ എന്ന വിഷയത്തിലാണ് ഇപ്പോൾ നിയമോപദേശം കൂടി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും കേസെടുക്കൽ അടക്കം നടക്കുക. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ രേഖകളടക്കം കൃത്യമായി ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ ഫോൺ രേഖകളടക്കം പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കൂടി പോവുകയും ചെയ്യുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം, UDFനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ തൃശങ്കുവിലാക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ വിഷയത്തിലുണ്ടായത്. ആദ്യം പാടെ ഈ സംഭവങ്ങളെയൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് നാടകീയ രംഗങ്ങളൊക്കെ തന്നെ ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും അവസാനം CCTV ദൃശ്യങ്ങൾ അടക്കം വന്നതോടെ വലിയ പ്രതിസന്ധിയിലേക്ക്, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് UDF ക്യാമ്പ് ഒന്നാകെ മാറിയിരുന്നു. പലതരത്തിലും ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെന്നും ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടി നേതൃത്വം ഒന്നാകെ മാറിയിരുന്നു. പക്ഷേ ഈ ട്രോളി ബാഗിലുണ്ടായിരുന്ന ഡ്രസ്സ് എന്നുള്ള ഒരു വാദം മാത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം കൃത്യമായി
കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ നിജസ്ഥിതികളെല്ലാം തന്നെ പുറത്തു വരും, തെളിവുകളെല്ലാം തന്നെ ഉണ്ട്, CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഒരു പരിശോധന നടത്തുന്നില്ല എന്നുള്ള ഒരു സുപ്രധാനമായുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും വലിയൊരു വിവാദം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഇത് മാറുകയാണ്. എന്തായാലും പ്രതിരോധിക്കാനാകാതെ കോൺഗ്രസും UDF-ഉം എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന SP ഓഫീസ് മാർച്ചൊക്കെ തന്നെ നടത്തി ഈ വിഷയത്തെ ഇരവാദം കൊണ്ട് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെങ്കിൽ പോലും കൃത്യമായി തന്നെ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും UDF-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിജസ്ഥിതി എന്ത് എന്ന് അറിയാൻ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു, മറ്റൊരു വശത്ത് പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ എതിർ കക്ഷികളും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ പാതിരാത്രിയിലുള്ള ഈ റെയ്ഡ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം UDF-നെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ദേവിക. അരുൺ, അതോടൊപ്പം തന്നെ UDF-ഉം LDF-ഉം തമ്മിലൊരു ഒത്തുകളി രാഷ്ട്രീയം പാലക്കാട് ഉണ്ട് എന്ന് BJP പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതൊരു ആരോപണം മാത്രമല്ല, അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടിയല്ലേ പുറത്തേക്ക് വരുന്നത്. കാരണം പോലീസിന്റെ ഈ നിലപാട് തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വ്യക്തമാവുന്ന ഒരു കാര്യം, നേതാക്കളെല്ലാം പോയതിനു ശേഷം മാത്രം പോലീസ് അവിടേക്ക് വരുന്നു. മാത്രമല്ല 12 മുറികളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് കേസ് എടുക്കണമെങ്കിൽ നിയമോപദേശം തേടണമെന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്താണ്? തീർച്ചയായും ഇത്തരമൊരു വിവാദ വിഷയങ്ങളിൽ നിയമോപദേശം തേടാതെ കേസെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭയം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവിക ഒരു നടപടിയുടെ ഭാഗമായി മാത്രമാണ് ഈ നിയമോപദേശം തേടിയിരിക്കുന്നത്. എന്തായാലും നിയമോപദേശം ലഭിക്കുന്നത് മുറയ്ക്ക് കേസെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്കത്തിൽ ഈ സംഭവം അറിഞ്ഞ ആ ഒരു സമയത്തുണ്ടായ ഗുരുതരമായ വീഴ്ച, ആ പിഴവ് തന്നെയാണ് ഇത്തരം ഒരു വലിയ വിവാദങ്ങളിലേക്ക് ഈ സംഭവത്തെ കൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും പോലീസിന് അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നു, കള്ളപ്പണം കോൺഗ്രസ് നേതാക്കളുടെ മുറികളിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഈ ഹോട്ടലിലേക്ക് എത്തിച്ചു എന്നുള്ള, ഈ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഇവിടേക്ക് ഈ വിവരം അറിഞ്ഞ് എത്തുന്നു. ആ സമയത്തൊന്നും തന്നെ കൃത്യമായി പോലീസ് ഈ വിഷയത്തിൽ സംയോജിതമായ ഒരു ഇടപെടൽ നടത്തിയില്ല. ഈ പരിശോധന വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നത്, തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷനുള്ള, പക്ഷേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ട് എത്തുന്നതിനുള്ള ഒരു കാലതാമസം, ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ആ സമയം തന്നെ ഇത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ തുടക്കത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ പിഴവ്, അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഈ കേസിനെ ഇത്ര വിവാദമാക്കാനുള്ള ഒരു പ്രധാന കാരണവും അതുതന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നു എന്നതാണ് BJP ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ ഉണ്ടായ വീഴ്ച, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മുറികളിൽ നടത്തുന്ന പരിശോധന, കേവലം 12 മുറികളിൽ മാത്രം എന്തുകൊണ്ട് പരിശോധന ഒതുക്കി എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ പോലീസിന് നേരെയുള്ള ആരോപണങ്ങൾ എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം എല്ലാം തന്നെ ഈ വിഷയത്തിലുണ്ട്. എന്തായാലും സമഗ്രമായൊരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ദേവിക. ശരിയാണ്.